ഇനി ഈ മൗലവി പറഞ്ഞ ഒരു സംഗതിയും കൂടി അത് കേട്ടോളൂ. മൂപ്പര് പറയുന്നത് സിദ്ദീഖ് മൗലിദ് എന്നൊരു മൗലിദുണ്ട്. ഈ സിദ്ദീഖ് മൗലിദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തരം താഴ്ത്തി പോലും. അതാണ് അടുത്ത വിഷയം. ഞങ്ങൾക്ക് സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലിദ് എഴുതിയാൽ ഞങ്ങൾ അംഗീകരിക്കും, മൗലിദ് എഴുതിയാൽ അംഗീകരിക്കും, ഓതിയാൽ അംഗീകരിക്കും. പക്ഷെ അത് ശരിയായ വിഷയങ്ങളിൽ പറയാവൂ. എന്നാ മൗലവി സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ, ഈ മൗലിദ് കിതാബ് എന്ന പേരിൽ ഇറക്കപ്പെടുന്ന ഈ നിങ്ങളെ മുജാഹിദിന്റെ CH മുഹമ്മദ് ആൻഡ് സൺസ്, അതെ, അതുപോലുള്ള ഓരോ സൺസുകൾ പുറത്തിറക്കുന്ന മൗലിദ് കിതാബ്, ആ മൗലിദ് കിതാബിൽ നിങ്ങൾ കൊടുക്കുന്ന, അതുപോലെ പലരും കൊടുക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയുമോ? ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഏതെങ്കിലും പണ്ഡിതന്മാര് മൗലിദ് രചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കിതാബിൽ, നിങ്ങൾ ഉദ്ധരിക്കുന്ന കിതാബിൽ, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ മൗലിദിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്രയോ വിഷയങ്ങളുണ്ടെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അറിയാവുന്നതല്ലേ? അവർ പല സ്ഥലത്തും അത് പറഞ്ഞതുമല്ലേ? ഞങ്ങൾ എവിടെയെങ്കിലും ഈ സിദ്ദീഖ് മൗലിദ്, ഏതോ ഒരാളൊരു സിദ്ദീഖ് മൗലിദ് ഓതിയാലോ എഴുതിയാലോ തെറ്റാണെന്നല്ല, മറിച്ച് ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സിദ്ദീഖ് മൗലിദ്, നിങ്ങൾ ഓർക്കണം, ഈ സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കിതാബുകളിൽ തന്നെ ധാരാളം തിരിമറി നടത്തുന്ന നിങ്ങൾ, ഇൻഷാ അല്ലാഹ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ പോകുന്നുണ്ട്. ആ തിരിമറി നടത്തുന്ന നിങ്ങൾ മൗലിദ് കിതാബുകളിൽ എന്തെല്ലാം തിരിമറികൾ നടത്തി കാണും? അതൊക്കെ ഞങ്ങൾ ഉത്തരവാദിയാണോ? വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ തെറ്റ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ. സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ നിങ്ങൾ വലിയ ജോറായിട്ട് എടുത്തു കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് ഉള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പറഞ്ഞുതരാം. ശരിയല്ലാത്ത വിഷയം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇതില് ഉള്ള പല സംഗതികളും ഞങ്ങൾ അംഗീകരിക്കാത്ത പല സംഗതികളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കേൾപ്പിക്കാം, കേട്ടോളൂ. തുടക്കം തന്നെ അവ്വലു ഖലീഫത്തിഹി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാമിലുൽ ഈമാനി ബിൽ മനാബീന. കാമിലുൽ ഈമാനി ബിൽ മനാബീന എന്ന് പറഞ്ഞാൽ ഉറക്കൊണ്ട് വിശ്വസിച്ചാണെന്നോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്തായാലും പറയൂല എന്ന് ഉറപ്പാ. അഥവാ ഒരു പണ്ഡിതൻ എഴുതുന്നെങ്കിൽ ഒരു പക്ഷേ കാമിലുൽ ഈമാനി ഫിൽ അനാമി എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോ അങ്ങനെ ഒരാൾ എഴുതിയത് നിങ്ങൾ മാറ്റി പറിച്ചതായിരിക്കാനും മതി. ഇതുപോലെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് സംഗതികൾ. ഒരു ഉദാഹരണം, 38 വയസ്സിൽ നബി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതിലുള്ളതാ. എന്നാൽ ഇതിൽ തന്നെ കുറെ ഇങ്ങോട്ടെത്തുമ്പോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? വകാന ഇസ്ലാമുഹു ഖബ്ല അൻ യുലദ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ. അലി ഇബ്നു അബീ ത്വാലിബ് ജനിക്കുന്നതിന് മുമ്പ് ഇസ്ലാമായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നു എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒക്കെ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അതിന്റെ ശേഷം പറയുന്നുണ്ട്, വഖാല ബഅദുഹും അവ്വലു മൻ അസ്ലമ മിനൻ നിസാഇ ഖദീജ വഅവ്വലു മൻ അസ്ലമ മിന സിബിയാനി അലിയുൻ. അപ്പൊ ഇത് രണ്ടും കൂടി യോജിപ്പിക്കാൻ പ്രയാസമാണ്. ഇനി അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റാഹിബിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിയിരുന്നു എന്ന അർത്ഥത്തിലാകാനേ ആ പറഞ്ഞത് സാധ്യതയുള്ളൂ. അല്ലാത്ത നിലക്കലാകാൻ